കരൂർ ദുരന്തത്തിന് പിന്നാലെ ഒളിവിൽ പോയ TVK നേതാക്കൾക്കായി വ്യാപക തെരച്ചിൽ. കരൂർ ദുരന്തത്തിൽ പ്രതിചേർക്കപ്പെട്ട TVK സംസ്ഥാന ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ്, നിർമ്മൽ കുമാർ എന്നിവർക്കായി ട്രിച്ചി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, നേതാക്കളെ വിടുന്ന മട്ടില്ല, അവരിപ്പോൾ ഒളിവിലാണ്. ഒളിവിലായ നേതാക്കൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമാക്കുകയാണോ? നിലപാട് കടുപ്പിക്കുകയാണോ സ്റ്റാലിനും പോലീസും? ഇക്ബാൽ. അരുൺകുമാർ, അതായത് ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലവിൽ 2 TVK നേതാക്കളാണ് പോലീസിന്റെ പിടിയിലുള്ളത്. അത് ഒന്ന് ഇന്നലെ പോലീസിന്റെ പിടിയിലായിട്ടുള്ള കരൂരിലെ TVKയുടെ ജില്ലാ ഭാരവായിട്ടുള്ള മതിയഴകൻ, മറ്റൊന്ന് ഇന്ന് രാവിലോടുകൂടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്ത പൗൺരാജ്. ഈ 2 പേരുടെയും ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കരൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും തുടരുകയാണ്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് 2 TVKയുടെ പ്രധാന നേതാക്കൾ കൂടി പിടിയിലാകാനുണ്ട്. അതിൽ ഒരാൾ TVKയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബുസി ആനന്ദാണ്. മറ്റൊരാൾ എന്ന് പറയുന്നത് TVKയുടെ സംസ്ഥാന കോർഡിനേറ്റിംഗ് സെക്രട്ടറി ആയിട്ടുള്ള നിർമ്മൽ കുമാറാണ്. ഇവർ 2 പേർക്കുമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് വ്യാപകമായി ആരംഭിച്ചിട്ടുള്ളത്. ട്രിച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ 2 നേതാക്കളും നിലവിൽ ട്രിച്ചിയിൽ ഉണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ കേസ്, കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിക്കുന്ന അഡീഷണൽ SP-യുടെ പ്രത്യേക സംഘം ഇന്ന് രാവിലെയോടുകൂടി തന്നെ ട്രിച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ അവിടെ ഈ ബുസി ആനന്ദ്, അതുപോലെ തന്നെ നിർമ്മൽ കുമാർ എന്നീ 2 TVK നേതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തും. അതിനുശേഷം ഇവരെ കസ്റ്റഡിയിലെടുത്ത് ഈ കരൂരിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഏതായാലും പോലീസ് നടത്തുന്നത്. തിരച്ചിൽ ഊർജിതമാക്കുക, ഈ 4 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള നീക്കമാണ്. നിലവിൽ ദൃശ്യങ്ങൾ കാണുന്ന ഈ കരൂർ ടൗൺ പോലീസ് സ്റ്റേഷന് അകത്ത് ഉള്ള ഈ 2 നേതാക്കൾ, അതായത് മതിയഴകനും അതുപോലെ തന്നെ പൗൺരാജും, ഇവരുടെ ചോദ്യം ചെയ്യൽ കഴിയാൻ ഉടൻ തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഇവരെ ഹാജരാക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനു മുന്നേ ഇവരുടെ ദൃശ്യങ്ങൾ പകർത്താനുള്ള ഒരു അവസരം കൂടി പോലീസ് നൽകും എന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നു. താങ്ക് യു. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തമിഴ്നാട്ടിൽ DMKയും പോലീസും ഒക്കെ അതിനെ രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കും എന്ന മട്ടിലാണ് TVK അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില നേതാക്കളെയാണ് ഇപ്പോൾ പോലീസ് നോട്ടമിട്ടുകൊണ്ടിരിക്കുന്നത്. ആനന്ദ് അടക്കമുള്ളവർ. ആനന്ദ് ഇപ്പോൾ ട്രിച്ചിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. പക്ഷേ വിജയിലേക്ക് അറസ്റ്റ് പോകാൻ ഈ സാഹചര്യത്തിൽ ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. കാര്യം വിജയെ അറസ്റ്റ് ചെയ്താൽ വിജയ് ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഒരു പുതിയ താരമായിട്ടായിരിക്കും വരിക. അങ്ങനെയാണല്ലോ തമിഴ്നാട് രാഷ്ട്രീയം. ജയലളിതയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും കരുണാനിധി അറസ്റ്റ് ചെയ്തു പോകുന്നതും ഒക്കെ ലൈവായിട്ട് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പിന്നീട് അവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് പരിശോധിച്ചാൽ മതി. ഒരു അറസ്റ്റ് ഒരു വലിയ താരത്തെ, രാഷ്ട്രീയ താരത്തെ ഉണ്ടാക്കും. അതാണ് തമിഴ്നാടിൻ്റെ അനുഭവം. അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് വിജയെ താരമാക്കാൻ ഒരുപക്ഷെ അനുവദിക്കണമെന്നില്ല.